മിഡി രണ്ടിലും ഇന്നത്തെ എപ്പിസോഡിൽ ചെക്കുകൾ കിട്ടിയതോടുകൂടി ആശ്വാസമാവുകയാണ് സഞ്ജുവിന്. പക്ഷേ അപ്പോഴും കവിത ലക്ഷ്മി അങ്ങ് കുറ്റപ്പെടുത്തുകയാണ്. ഒന്നിൽ അവളായിരിക്കും ചെക്ക് ഡസ്റ്റ്ബിന്നിലേക്ക് എടുത്തിട്ടത്, അല്ലെങ്കിൽ അമ്മ പറഞ്ഞതുപോലെ അത് പറന്ന് വീണതായിരിക്കും എന്ന് പറഞ്ഞ് വീണ്ടും ലക്ഷ്മി അങ്ങ് കുറ്റപ്പെടുത്തുകയാണ് കവിത. പക്ഷേ ലക്ഷ്മിയെ ന്യായീകരിച്ച് സ്വാതി സംസാരിക്കുന്നുണ്ട്. അവൾ റൂമിൽ വെച്ച് തന്നെ ഡസ്റ്റ്ബിൻ പരിശോധിച്ചതാണ്, പക്ഷേ അത് പുറത്ത് കൊണ്ടുവച്ചതിന് ശേഷമാണ് റൂം ക്ലീൻ ചെയ്തത്. അപ്പോൾ അത് അവിടെ ആരെങ്കിലും കൊണ്ടിട്ട ആയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ കവിതയ്ക്ക് അത് മനസ്സിൽ കൊള്ളുകയാണ്. കവിത ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ അതിൽ കൊണ്ടുവന്ന് ഇട്ടു എന്നല്ലേ നീ പറയുന്നതെന്ന്? എത്ര മോശമായിട്ടാണ് വിളലിനോട് സംസാരിക്കുന്നത്. നോക്ക് വല്യേച്ചി എന്നും പറഞ്ഞ് കാഞ്ചനയോടും അതേപറ്റി സംസാരിക്കാനായിട്ട് കവിത മുതിരുമ്പോൾ പക്ഷേ കാഞ്ചന എങ്ങ് തിരിഞ്ഞു നിൽക്കുകയാണ്. ആരും കവിതയുടെ പക്ഷം ചേർന്ന് സംസാരിക്കുന്നില്ല. തുടർന്ന് ദിനേശനാണെങ്കിൽ ആ അവസരം മുതലെടുക്കുകയാണ്. ദിനേശൻ കവിതയുടെ പക്ഷം ചേർന്ന് സംസാരിക്കുകയാണ്. എന്തായാലും 1 കോടിയുടെ ചെക്ക് കത്തിക്കാനായിട്ട് കവിത എന്തായാലും തുനിയില്ല. അതുവഴി കമ്പനിക്ക് നഷ്ടം വരും. കമ്പനിയുടെ കാര്യങ്ങളിൽ എല്ലാം കറക്റ്റായിട്ട് നോക്കുന്നവളാണ് എന്ന് പറഞ്ഞ് ഇത് തന്നെ കവിതയുടെ പ്രീതി പിടിച്ചു പറ്റാനായിട്ട് നല്ലൊരവസരം ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന നടക്കും എന്ന് പറഞ്ഞ് കവിതയെ ന്യായീകരിച്ച് ദിനേശൻ സംസാരിക്കുന്നുണ്ട്. തുടർന്ന് അതേസമയം ഉണ്ടായ കാര്യങ്ങളൊക്കെ സഞ്ജു എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്. കവിതയും അത് മനസ്സിലാക്കുകയാണ്. കാവേരി ഷോപ്പിങ്ങിന് പോയപ്പോൾ ഡസ്റ്റ്ബിൻ പരിശോധിച്ചതും കവിതയുടെ ഫയലിൽ കൊണ്ടുവച്ചതും അങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ ഇവിടെ ആരും തെറ്റൊന്നും ചെയ്തില്ല, പരസ്പരം ആരും മാപ്പ് പറയണ്ട എന്നൊക്കെ സഞ്ജു പറയുകയാണ്. തുടർന്ന് ദിനേശൻ വീണ്ടും പറയുന്നുണ്ട്, അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് പോകണ്ട. ഇവിടുത്തെ ഒരു സെർവൻറ്റിന് വേണ്ടി കവിതയെ കുറ്റപ്പെടുത്താനായിട്ട് ഞാൻ എന്തായാലും സമ്മതിക്കില്ല. അവളെ ഇന്ന് തന്നെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടണം എന്ന് ദിനേശൻ പറയുമ്പോൾ സഞ്ജുവിനങ്ങ് ദേഷ്യം വരികയാണ്. സഞ്ജു ചോദിക്കുന്നുണ്ട്, കൈ ചൂണ്ടി ദിനേശന് നേരെ സംസാരിക്കുകയാണ്. ആരാണ് ഇവിടുത്തെ സെർവൻറ്റ്? അമ്മുവിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ ദിനേശനെങ്കിൽ അമ്മുവിൻ്റെ കാര്യത്തിൽ ഒന്ന് സൂക്ഷിച്ച് സംസാരിക്കണം. അവൾക്ക് ഈ വീട്ടിലൊരു വിലയുണ്ട് എന്ന് പറയുമ്പോൾ അമ്മുവിനും രാജുവിനും ഒക്കെ സന്തോഷമാവുകയാണ്. തുടർന്ന് സ്വാതി പറയുന്നുണ്ട്, എതിർത്ത് സംസാരിക്കാനായിട്ട് തോന്നിയതിൽ സഞ്ജുവിന് നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് സഞ്ജുവിനോട് നന്ദിയൊക്കെ സ്വാതി പറയുകയാണ്. തുടർന്ന് അവസാന തീരുമാനം എന്നോണം സഞ്ജു പറയുന്നുണ്ട്, ഈ പ്രോജക്റ്റ് എൻ്റെ മുൻപിലേക്ക് വന്നപ്പോൾ തന്നെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇത് ഏറ്റെടുത്താൽ എനിക്ക് ഭയങ്കരമായ നഷ്ടമുണ്ടാകും എന്ന് തന്നെയാണ് ഈ സംഭവത്തോടു കൂടി ഞാൻ മനസ്സിലാകുന്നത്. അതുകൊണ്ട് മംഗലശ്ശേരി ഗ്രൂപ്പിന് ഈ പ്രോജക്റ്റ് വേണ്ട, ചെക്കുകൾ ഞാൻ തന്നെ തിരികെ കൊടുത്തോളാം, ഇതെൻ്റെ കയ്യിലിരിക്കട്ടെ എന്നും പറഞ്ഞ് സഞ്ജു ചെക്കുകൾ കവറിലേക്ക് ഇടുകയാണ്. അന്നേരം ഇനി ഈ പ്രശ്നം തീർന്നില്ലേ, എല്ലാവർക്കും പോകാമല്ലേ മുത്തശ്ശ എന്ന് സഞ്ജു ചോദിക്കുമ്പോൾ അതേന്ന് അവസാന വാക്ക് മുത്തശ്ശനും പറയുകയാണ്. തുടർന്ന് എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. പക്ഷെ ആ പ്രോജക്റ്റ് സഞ്ജു ഏറ്റെടുക്കില്ല എന്ന് പറയുമ്പോൾ കവിതയ്ക്ക് ആകെപ്പാടെ നിരാശ തോന്നുകയാണ്. തുടർന്ന് സഞ്ജുവിനോട് സ്വാതി പറയുന്നുണ്ട്, കവിതയെപ്പറ്റി പറഞ്ഞതൊക്കെ കവിത ഇളയമ്മ പറഞ്ഞതൊക്കെ അങ്ങ് സഞ്ജു വിശ്വസിച്ചല്ലേ, ഒരു സോറി എങ്കിലും ഇളയമ്മ പറയേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ എന്നിട്ട് സഞ്ജു പറയുന്നുണ്ട്, എല്ലാവർക്കും സത്യം എന്താണെന്ന് മനസ്സിലായി, സോറി പറയേണ്ടത് കവിതയെപ്പറ്റിയല്ല ഞാനാണ് എന്ന് പറഞ്ഞ് അമ്മുവിനെ നോക്കുമ്പോൾ അമ്മു അങ്ങ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ശ്രീദേവിയും സ്വാതിയോട് പറയുകയാണ്, ഒരു നിമിഷമെങ്കിലും ആ കുട്ടിയെ ഞാനും തെറ്റിദ്ധരിച്ചു, പാവം നീ മാത്രമാണ് അവളുടെ കൂടെ നിന്നതെന്ന്. അന്നേരം സ്വാതി തിരിച്ചു പറയുന്നുണ്ട്, അവൾ ഓരോ കാര്യവും ചെയ്യുന്ന ശ്രദ്ധയോടു കൂടിയാണ്, അതെനിക്ക് മനസ്സിലാകും, എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളുടെ കൂടെ നിന്നത് എന്ന് തിരിച്ച് സ്വാതിയും പറയുന്നുണ്ട്. ഇതേസമയം ലക്ഷ്മി പൂജാമുറിയിൽ പോയി ദൈവങ്ങളോട് നന്ദി പറയുകയാണ്, പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് തന്നതിന്. അദ്ദേഹം എന്നെ വഴക്ക് പറഞ്ഞാൽ എനിക്ക് സങ്കടമൊന്നുമില്ല, എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ് കവിതേച്ചി ഇപ്പോഴും പറയുന്നത്. ഞാൻ മുറി ക്ലീൻ ആക്കുമ്പോൾ കവിതേച്ചി ആ ഡസ്റ്റ്ബിന്നിൽ അതുകൊണ്ട് ഇട്ടതാകാം, പക്ഷെ ദൈവങ്ങളായ നിങ്ങളെല്ലാവരും ചേർന്ന് അത് കാവേരിയേച്ചിയുടെ കൈകളിൽ എത്തിച്ചു, പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചല്ലോ, എനിക്ക് നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ തൊഴുതു നിൽക്കുമ്പോഴാണ് പൂജാമുറിയിലേക്ക് സഞ്ജു വരുന്നത്. അദ്ദേഹത്തിന് ആരുടെയും മുമ്പിൽ തലകുനിക്കാൻ ഞാൻ കാരണം ഇടവരരുത് എന്നൊക്കെ പറഞ്ഞ് അമ്മ പ്രാർത്ഥിച്ച് നിൽക്കുന്നത് കേൾക്കുമ്പോൾ സഞ്ജുവിന് ആകെ സന്തോഷമാവുകയാണ്. തുടർന്ന് കണ്ണടച്ച് തൊഴുത് അമ്മ നിൽക്കുമ്പോൾ അമ്മൂന്നും പറഞ്ഞ് സഞ്ജു വരികയാണ്. അന്നേരം നിന്നോട് സോറി പറയാനാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ തമാശയ്ക്കാണെങ്കിൽ പോലും നിങ്ങൾ എന്നോട് അങ്ങനെ പറയരുത് എന്ന് പറയുകയാണ്. അന്നേരം നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ സോറി പറയാൻ വന്നത്. രാജു എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ഞാനും സ്വാതിയും തമ്മിൽ പിണങ്ങാതിരിക്കാൻ വേണ്ടിയല്ലേ നീ ഡസ്റ്റ്ബിൻ പരിശോധിച്ചില്ല എന്ന് പറഞ്ഞത്. പിന്നെ കവിതയെപ്പറ്റി പറഞ്ഞിട്ടാണ് റൂം ക്ലീൻ ചെയ്തതെന്നും രാജു പറഞ്ഞു. ഞാൻ അവിടെ വെച്ച് തന്നെ നിന്നോട് സോറി പറഞ്ഞേനെ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ വെച്ച് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പോകുന്നത് എന്ന് അമ്മ പറയുകയാണ്.
തുടർന്ന് സഞ്ജു പറയുകയാണ്, കവിത അപ്പച്ചി 2 ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണത് ചെയ്തത്. ചെക്കുകൾ നഷ്ടമായാൽ എന്നെക്കൊണ്ട് പ്രോജക്റ്റ് എടുപ്പിക്കുകയും ചെയ്യാം, പിന്നെ നിന്നെ ശിക്ഷിക്കുകയും ചെയ്യാമല്ലോ. ആ പ്രോജക്റ്റ് വന്നപ്പോഴേ അപ്പച്ചിക്ക് വലിയ താല്പര്യമായിരുന്നു. ലാഭമുള്ളത് കൊണ്ടാകാം അപ്പച്ചി അങ്ങനെ ചെയ്തത് എന്ന് സഞ്ജു പറയുമ്പോൾ, ലാഭമുള്ള ബിസിനസ് ആണെങ്കിൽ അത് ചെയ്തുകൂടെ എന്ന് അമ്മു ചോദിക്കുകയാണ്. ഇതേസമയം ഇവരുടെ സംസാരമൊക്കെ കേട്ട് പൂജാമുറിയിലെ അടുത്തുകൂടെ പോണ സ്വാതി ശ്രദ്ധിച്ച് വാതിൽക്കൽ നിൽക്കുകയാണ്. തുടർന്ന് സഞ്ജു പറയുന്നുണ്ട്, കവിത അപ്പച്ചിയാണ് തെറ്റ് ചെയ്തതെങ്കിലും അവരെ ശാസിക്കാനും വഴക്ക് പറയാനും ഒന്നും എനിക്ക് കഴിയില്ല. ഈ വീട്ടിലെ എല്ലാവരും സന്തോഷത്തോടു കൂടി പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് ദിനേശനെങ്കിൽ ഉൾപ്പെടെയുള്ളവർ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ കണ്ണടച്ച് നിൽക്കുന്നത്. നിന്നെ ഞാൻ ഒരുപാട് അധിക്ഷേപിച്ച് സംസാരിച്ചു, എന്നെ സ്വൈര്യം കെടുത്താൻ വന്നവൾ എന്നുവരെ ഞാൻ പറഞ്ഞു. അത് സ്വാതി കേട്ടാൽ പോലും സഹിക്കില്ല. അതുകൊണ്ട് സോറി പറയുകയല്ലാതെ വേറെന്താ ചെയ്യുക എന്നും പറഞ്ഞ് സഞ്ജു ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അന്നേരം സഞ്ജുവിൻ്റെ സംസാരമൊക്കെ കേട്ട് സന്തോഷിച്ച് സ്വാതി വാതിക്കൽ നിൽക്കുകയാണ്. സ്വാതി സംസാരം മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ, അവരെ നോക്കുന്നില്ല. തുടർന്ന്, ഞാൻ ദൈവത്തെ പോലെ കാണുന്ന നിങ്ങൾ എന്നോട് സോറി പറയരുത്, ഇതെൻ്റെ ഒരു അപേക്ഷയാണെന്ന് പറഞ്ഞ് അമ്മു സഞ്ജുവിനെ തൊഴുതൊക്കെ നിൽക്കുകയാണ്. ഇതേസമയം സംസാരം ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞ് സ്വാതി ഇങ്ങനെ ചെവി കൊണ്ട് വാതിൽക്കൽ നിന്ന് ശ്രദ്ധിക്കുകയാണ്. അന്നേരം അമ്മു കണ്ണടച്ച് തൊഴുത് സഞ്ജുവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. തുടർന്ന് സഞ്ജു ഇങ്ങനെ ചുറ്റും നോക്കുമ്പോഴാണ് ദൈവങ്ങളുടെ മുമ്പിൽ തട്ടത്തിൽ സിന്ദൂരം ഇരിക്കുന്നത് കാണുന്നത്. തുടർന്ന്, നിന്റെ സങ്കടം മാറാനായിട്ട് ഇതിൽ കൂടുതലൊന്നും വേണ്ടാന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ആ സിന്ദൂരം എടുത്തിട്ട് സഞ്ജു സിന്ദൂരം എടുത്ത് അമ്മുവിൻ്റെ നെറുകയിൽ സീമന്തരേഖയിൽ തൊടുകയാണ്. അന്നേരം സഞ്ജുവിൻ്റെ വിരൽ ആ നെറ്റിയിൽ തൊടുമ്പോൾ അമ്മു ഇങ്ങനെ കണ്ണുറക്കുകയാണ്. അന്നേരം അമ്മുവും സഞ്ജു ചിരിച്ച് സന്തോഷത്തോടു കൂടി സിന്ദൂരം തനിക്ക് തൊട്ട് തരുന്നത് കണ്ട് ആകെ അങ്ങ് സന്തോഷവതിയും സന്തോഷവും ഒക്കെ അങ്ങ് വരികയാണ് അമ്മുവിന്. പക്ഷേ സ്വാതി ഇത് കാണുന്നില്ല. സ്വാതി സംസാരം മാത്രമേ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുള്ളൂ, വാതിൽക്കൽ നിന്നുകൊണ്ട് അകത്തേക്ക് നോക്കുന്നില്ല. തുടർന്ന് എന്താ ഒന്നും കേൾക്കാത്തതെന്നും പറഞ്ഞ് ഇങ്ങനെ ചെവി വെച്ച് ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് അമ്മു അങ്ങ് സഞ്ജുവിനെ കുറേ നേരം സഞ്ജു നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് സഞ്ജു ഇങ്ങനെ അമ്മുവിൽ നിന്നും അങ്ങ് മാറി വാതിൽക്കലേക്ക് വരുമ്പോൾ സ്വാതി ഇവിടെ നിൽക്കുന്നത് സഞ്ജു കാണുകയാണ്. തുടർന്ന് സ്വാതിയുടെ ചിരിച്ച മുഖം കാണുമ്പോൾ സഞ്ജുവിന് മനസ്സിലാകുന്നുണ്ട് സ്വാതി അത് കണ്ടില്ല എന്ന്. അന്നേരം സഞ്ജുവും ചിരിച്ചുകൊണ്ട് സ്വാതിയുടെ അടുക്കലേക്ക് വരികയാണ്. തുടർന്ന് അവർ രണ്ടുപേരും അകത്തേക്ക് നോക്കുമ്പോൾ അമ്മു ഇങ്ങനെ തൊഴുന്ന് നിൽക്കുകയാണ്. തുടർന്ന് പോകാമെന്നും പറഞ്ഞ് സ്വാതിയും കൂട്ടി സഞ്ജു അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് അമ്മു തൻ്റെ നെറ്റിയിലുള്ള സഞ്ജു തൊട്ട സിന്ദൂരത്തിൽ നിന്നും അല്പം എടുത്ത് താലിയിലേക്ക് തൊടുന്നുണ്ട്. എന്നിട്ട്, ഇത്രയും നേരം ദൈവം എന്നെ പരീക്ഷിച്ചത് ഇങ്ങനെ ഒരു ഭാഗ്യം തരാനാണോ, അതും ഭഗവാന്റെ മുമ്പിൽ വെച്ച് എന്ന് പറഞ്ഞ് വീണ്ടും തൊഴുത് അവിടെ അമ്മു നിൽക്കുകയാണ്. തുടർന്ന് റൂമിലേക്ക് കയറുമ്പോൾ സ്വാതി പറയുന്നുണ്ട്, സഞ്ജുവിൻ്റെ ആ നടപടി എനിക്കങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന്. അന്നേരം അന്തം വിട്ട് സഞ്ജു സ്വാതിയെ നോക്കുകയാണ്. അന്നേരം, അല്ല, അവളോട് നേരിട്ട് മാപ്പ് പറയാൻ പോയതേ അതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നതെന്ന്. അന്നേരം, ഭാഗ്യം, സിന്ദൂരം തൊടുന്ന അവൾ കണ്ടില്ല എന്നും പറഞ്ഞ് സഞ്ജു ആശ്വസിക്കുകയാണ്. തുടർന്ന് സഞ്ജു പറയുന്നുണ്ട്, മാപ്പ് പറയാനായിട്ട് അവളെന്നെ സമ്മതിച്ചില്ല, ദൈവത്തെ പോലെ കാണുന്നു എന്നും പറഞ്ഞ് മുന്നിൽ കൈയും കൂപ്പിയങ്ങ് നിൽക്കുകയാണ്. എന്താ ചെയ്യുക എന്നും പറഞ്ഞ് സഞ്ജു അങ്ങ് സംസാരിക്കുകയാണ്. അന്നേരം, ഞാനും ദൈവത്തിൻ്റെ ലിസ്റ്റിൽ തന്നെയാണ്, പിന്നെ നിങ്ങളുടെ സംസാരം കേൾക്കാതിരുന്നപ്പോഴാണ് ഞാനൊന്ന് പാളി നോക്കിയത്, അപ്പോൾ തൊഴുതങ്ങനെ നിൽക്കുകയാണ്, ഞാൻ വന്നിട്ട് കുറച്ച് നേരമേ ആയുള്ളൂ എന്ന് പറഞ്ഞ് സ്വാതി പറയുമ്പോൾ ബാക്കി സംഭവങ്ങളൊന്നും സ്വാതി കണ്ടും കേട്ടും ഇല്ല എന്ന് സഞ്ജുവിന് മനസ്സിലാവുകയാണ്. തുടർന്ന് മണിശങ്കർ വിളിച്ച കാര്യവും ആ വൺ ഡേ ടൂറിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ സ്വാതി സമ്മതിക്കുന്നുണ്ട്. തുടർന്ന് ബാംഗ്ലൂരിലെ പഠിച്ച കോളേജിലുമൊക്കെ പോകണം, 2 ദിവസം അവിടെ നിന്നിട്ട് വന്നാൽ മതി എന്ന് സ്വാതി പറയുമ്പോൾ സഞ്ജു അത് സമ്മതിക്കുകയാണ്. തുടർന്ന് ഉമ്മറത്ത് ലക്ഷ്മി ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വീണ്ടും കവിത വന്ന് കുറ്റപ്പെടുത്തുകയാണ്. ചെക്കുകൾ കണ്ടുകിട്ടിയെന്നും പറഞ്ഞ് നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകില്ല എന്ന് പറയുമ്പോൾ, കവിതേച്ചി ഇത്രയ്ക്ക് തരംതാണ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ എന്തായാലും കരുതിയില്ല. ഞാൻ അകത്ത് നിൽക്കുമ്പോൾ ഡസ്റ്റ്ബിൻ ഞാൻ പുറത്ത് വെക്കാൻ വേണ്ടി ചേച്ചി വെയിറ്റ് ചെയ്ത് നിന്നില്ലേ, അതിലേക്ക് കൊണ്ടുവച്ചതാണ് എന്നൊക്കെ എനിക്കറിയാം എന്ന് പറയുകയാണ്. അന്നേരം 1 കോടി രൂപ കത്തിച്ച് കളയാനായിട്ട് എനിക്കെന്താ പ്രാന്താണോ എന്നൊക്കെ കവിത ചോദിക്കുകയാണ്. അന്നേരം, കമ്പനിക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല എന്ന് ചേച്ചി പറഞ്ഞല്ലോ, പിന്നെ ചെയ്തത് എന്താണെന്ന് ചോദിക്കുകയാണ്. അന്നേരം, ആ ചെക്ക് നഷ്ടമായെങ്കിലും പകരം ചെക്ക് വാങ്ങി ഞങ്ങൾ ആ പ്രോജക്റ്റ് തുടങ്ങിയാണ്, പിന്നെ കമ്പനിയെ ഒരു ശില അടർത്തി മാറ്റാൻ പോലും ഞാൻ സമ്മതിക്കില്ല. പിന്നെ ഇതൊക്കെ ചോദിക്കാനായിട്ട് നീ ആരാണ്, സഞ്ജു താലി കെട്ടിയ പെണ്ണൊന്നും അല്ലല്ലോ എന്ന് കവിത ഇങ്ങനെ ചോദിക്കുമ്പോൾ അമ്മ മനസ്സിൽ കരുതുകയാണ്, അതേ, സഞ്ജു താലി കെട്ടിയ പെണ്ണ് തന്നെയാണ് ഞാൻ, അദ്ദേഹം തൊട്ട സിന്ദൂരം തന്നെയാണ് ഇപ്പോഴും എൻ്റെ നെറുകയിലുള്ളത് എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞ് ചിരിച്ച് ലക്ഷ്മി നിൽക്കുകയാണ്. തുടർന്ന് കവിത വീണ്ടും ലക്ഷ്മി അങ്ങ് വഴക്ക് പറയുകയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സഞ്ജുവിൻ്റെ റാണിയായിട്ട് അവൻ്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ നിന്നെ എന്തായാലും ഞാൻ സമ്മതിക്കില്ല, നീ അത് ഓർത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് കവിത അങ്ങ് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ കവിതേച്ചി ഒന്ന് നിന്നേന്നും പറഞ്ഞ് വീണ്ടും വിളിക്കുകയാണ് ലക്ഷ്മി.
തുടർന്ന് കവിതയുടെ പ്ലാൻ ലക്ഷ്മി തന്നെ കവിതയോട് പറയുകയാണ്. കവിതേച്ചിക്ക് ആ പ്രോജക്റ്റ് ഏറ്റെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹം അതിന് തയ്യാറല്ലായിരുന്നു. അതിനുവേണ്ടിയാണ് ചെക്ക് കത്തിച്ച് കളയാനായിട്ട് തുനിഞ്ഞത്. അതിനുവേണ്ടി കവിതേച്ചി എന്നെ കുരുക്കി. ഇതിപ്പോൾ ഇവിടെ ആർക്കും മനസ്സിലാകില്ലെങ്കിലും എനിക്കത് മനസ്സിലാവുക തന്നെ ചെയ്യും. പഴയ കാര്യങ്ങൾ പോലെ തന്നെ ഞാനും അത് മനസ്സിൽ വെച്ചോളാം എന്ന് പറഞ്ഞ് ഒരു ഭീഷണി പോലെ കവിതയോട് പറഞ്ഞിട്ട് ലക്ഷ്മി അങ്ങ് അകത്തേക്ക് പോവുകയാണ്. അന്നേരം ആകെ ദേഷ്യം കൊണ്ടങ്ങ് നിൽക്കുകയാണ് കവിത. ഇത്രയുമാണ് ഇന്നത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.